തങ്കമണീരത്തിനമേ തലയാട്ടും ചിത്തിരമേ തങ്കമണീരത്തിനമേ തലയാട്ടും ചിത്തിരമേ സിംഗാരത്തൊട്ടിൽ നോക്കൂ, ഈ മരത്തിലെ നിറയെ കിളിക്കൂടുകളാ. മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞു കിളികൾ ദൂരേക്ക് പറന്നു പോകുന്നത് കാണാൻ എന്ത് രസാണെന്നോ. 1ാം ക്ലാസ്സിലെ മലയാളം പാഠഭാഗത്തിലെ എനിക്ക് തൂവല് ശേഖരിക്കാനുണ്ടായിരുന്നു. ആ തൂവലുകളെല്ലാം തന്നതേ ഇവരാ. ആരൊക്കെയാന്നോ? തത്ത, മൈന, കാക്ക, ചിതല, പിന്നെ മഞ്ഞക്കിളിയും. ഇപ്പോ ഞങ്ങള് നല്ല ഫ്രണ്ട്സാ. മഞ്ഞക്കിളി, നോക്കൂ, നമ്മുടെ മുട്ടകൾ വിരിയാറായി. എനിക്ക് 6 മുട്ടകളാ വിരിയാനുള്ളത്. നിനക്കോ മഞ്ഞക്കിളി? എന്താന്നറിയില്ല, ഈ പ്രാവശ്യം വെറും 5 മുട്ടകളാ ഞാൻ ഇട്ടത്. അടുത്ത പ്രാവശ്യം നിന്നെ ഞാൻ തോപ്പിക്കും, ഉറപ്പാ. നിന്റെ ഒരു കാര്യം, എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കാണാൻ കൊതിയായിട്ട് വയ്യ. എനിക്കും. അയ്യോ, ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. മരമെട്ടുകാരല്ലേ അവർ? അയ്യോ, നമ്മുടെ മക്കൾ. മരം മുറിച്ച മുട്ടകളെല്ലാം താഴെ വീണ് പൊട്ടിപ്പോകും. നമ്മൾ ഇനി എന്താ ചെയ്യാ? ഞങ്ങളുടെ മുട്ടകൾ. അയ്യോ, മരം വെട്ടുകാർ. മാളു, ഇനി നമ്മൾ എന്താ ചെയ്യാ? അയ്യോ, അവരത് ഇങ്ങോട്ടാ വരുന്നത്. മുത്തശ്ശി മരമേ, നമ്മൾ ഇനി എന്താ ചെയ്യാ? മഞ്ഞക്കിളിയുടെ തത്തപ്പെണ്ടെ മുട്ടകള് വിരിയാനായതേ ഉള്ളൂ. ഒന്ന് പറ, വെട്ടരുതെന്ന് പറ മുത്തശ്ശി അമ്മേ. എടാ, പെട്ടെന്ന് വാടാ, ഉച്ചക്ക് മുന്നേ പണി തീർക്കണം. ആശാനെ, ഇത് ഭയങ്കര പഴക്കമുള്ള മരമാ, നമുക്ക് പണി കിട്ടുന്നാ തോന്നുന്നേ. നമ്മൾ ഇത് എത്ര കണ്ടതാ. ഇവിടെയെല്ലാം മൊട്ടക്കുന്നാക്കിയതേ ഈ ഞാനാ. എന്നോടാ കളി. എന്നാ നമുക്ക് തുടങ്ങാം അല്ലേ? പിന്നെ അല്ല. അയ്യോ, അരുത് അരുത്. വേണ്ട, എന്റെ മരമുത്തശ്ശി ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്നെ വേണമെങ്കിൽ മുറിച്ചെടുത്തോളൂ. എന്റെ ചില്ലകളിൽ ഒരുപാട് കിളികൾ കൂട് കൂട്ടിയിട്ടുണ്ട്. അതിൽ വിരിയാനായ മുട്ടകളുമുണ്ട്. അതൊന്ന് എടുത്തു മാറ്റിയിട്ട് നിങ്ങൾ എന്നെ കൊന്നോളൂ. അയ്യോ, മരമുത്തശ്ശി ഒന്നും ചെയ്യല്ലേ. എടുക്കടാ, ഒരൊറ്റ പേര് പോലും അവശേഷിപ്പിക്കരുതെന്ന മുതലാളി പറഞ്ഞിരിക്കുന്നത്. അരുതേ, ഈ പാറയുടെ മുകളിൽ നമ്മളെ എല്ലാം ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ മരമുത്തശ്ശിയാണ്. അവരുടെ വേരുകളാണ്. അതാണ് നിങ്ങൾ വെട്ടിമാറ്റിയിരിക്കുന്നത്. കാശിനു വേണ്ടി പാതാളം പോലെ കുഴിച്ചു വെച്ചിരിക്കുന്ന ഈ വലിയ കോറിയിലേക്ക് എല്ലാം കൂടെ ഒരു ദിവസം ചെന്ന് പതിക്കൂ. മതി മതി, നിർത്ത് പപ്പ, മതി, നിർത്താനല്ലേ പറഞ്ഞത്? ഇനി വേണ്ട പപ്പ, എനിക്ക് പേടിയാവുന്നു. അവിടുന്ന് പൊട്ടുന്ന ഓരോ വെടിയും ഇവിടുത്തെ വീടുകളിൽ തകർത്തോണ്ടിരിക്കേ പപ്പ. ഉയർന്നു പോകുന്ന വെടിമരുന്നിന്റെ പുക എന്നെ രോഗിയാക്കുന്ന തോന്നണേ. വെള്ളം വെള്ളം താഴ്ച തൊണ്ട വരളുന്നു. സഹിച്ചിട്ട് വയ്യ.
എന്താ ഇത്? എന്താ ഇത്? കറുത്ത വെള്ളം, മലിന വെള്ളം. എന്തൊരു തെളിനീരായിരുന്നു ചാലിയാറിലൂടെ ഒഴുകിയിരുന്നത്. എന്തൊരു നാറ്റായത്. മാളു, നിന്റെ പപ്പയുടെ ഹോസ്പിറ്റലിന്റെ വേസ്റ്റുകൾ നമ്മളെ രോഗികളാക്കി മാറ്റി. എത്ര സമാധാനത്തോടെ കഴിഞ്ഞവരായിരുന്നു ഞങ്ങൾ. ഈ പുഴ നിങ്ങൾക്ക് കിട്ടിയ വരദാനമാണെന്ന് നിങ്ങൾ മറന്നുപോകരുത്. ഇവിടെ ജീവിക്കാനുള്ള അവകാശം മനുഷ്യന് മാത്രമല്ല, ഞങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാ. മാളു, മാളു, ഞങ്ങൾ ഞങ്ങൾ മീനെ പോലെ, മീനെ, മീനെ പോലെ. അയ്യോ അയ്യോ, എന്താ ഇത് സംഭവിക്കുന്നത്? പപ്പ, പപ്പ, ആരെങ്കിലും ഒന്ന് എന്നെ രക്ഷിക്ക്. അമ്മേ, ആരെങ്കിലും ഓടി വരണേ. അമ്മേ, രക്ഷിക്കണേ. ഇവിടെ മുഴുവൻ ഇരുട്ടാ, എനിക്കൊന്നും കാണുന്നില്ലേ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്താ എന്താ ഉണ്ടായത്? മുത്തശ്ശി. അയ്യോ അയ്യോ, എന്താ ഇത് സംഭവിക്കുന്നത്? പപ്പ, പപ്പ, ആരെങ്കിലും ഒന്ന് എന്നെ രക്ഷിക്ക്. അതാ ആ ദൂരെ നിന്ന് ഒളിച്ചു വരുന്നത് പപ്പയുടെ ഹോസ്പിറ്റലല്ലേ? ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ് അല്ലേ ആ ഒഴുകി വരുന്നത്? എന്റെ അമ്മ, എന്റെ മുത്തശ്ശി, എന്റെ കൂട്ടുകാർ. പപ്പ, എന്തിനായിരുന്നു പപ്പ ഇതെല്ലാം? ഞാൻ പറഞ്ഞതല്ലേ നെടുവപ്പാറ പൊട്ടിക്കരുതെന്ന്. പപ്പയ്ക്ക് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു നാടിനെ മുഴുവൻ കുരുതിക്ക് കൊടുത്തില്ലേ? പപ്പ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ വില കൂടിയ ഫ്ലാറ്റ്, നമ്മുടെ കാറ്, അതെല്ലാം ഇപ്പൊ എവിടെ പപ്പ? എല്ലാം എല്ലാം മണ്ണിലടിയിലായില്ലേ? ഇപ്പൊ 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 ഞാൻ തങ്കമണീരത്തിനമേ തലയാട്ടും ചിത്തിരമേ. ഈ പ്രകൃതി മനുഷ്യന് മാത്രം ജീവിക്കാനുള്ളതല്ല, അത് ഓരോ ജീവജാലങ്ങളുടേതുമാണ്. നമ്മുടെ ഭൂമിയമ്മയെ കീറി മുറിക്കാതിരിക്കുക, നമ്മുടെ പുഴകളെ മലിനമാക്കാതിരിക്കുക, നമ്മുടെ വായു മലിനമാകാതിരിക്കട്ടെ, നമ്മുടെ പശ്ചിമഘട്ടത്തെ തകർക്കാതിരിക്കുക, നാളുകൾക്ക് വേണ്ടി, വരും തലമുറകൾക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുക. നീ ഉറങ്ങ് തങ്ക